വാഹനത്തിന്റെ RC ഓണർ ഞാനാണ് നിലവിൽ. ഇത് ഞങ്ങൾ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഈ വാഹനത്തിന്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ബിസിനസ് എല്ലാം നടത്തുന്നത് നമ്മൾ ഒരുമിച്ച്, ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ജ്യേഷ്ഠൻ പറയുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജ്യേഷ്ഠനും പറയും. ഇതാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി. ഇത്രേ ഉള്ളൂ. നമ്മള് ഒരു ഫാദറിന്റെ ബിസിനസ്സാണ്. മൊത്തം പ്രോപ്പർട്ടി നമ്മൾ 4 മക്കളാണ്. 4 മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാനാണ് ഇപ്പോ നിലവിലിപ്പോ കുടുംബനാഥൻ. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എനിക്ക് ഇന്റേതായ കടമകളുണ്ട്, മുബീന്റേതായ കടമകളുണ്ട്. ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത്. വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങല് മുബീന്റെ പേരിലാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക. ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ്. അപ്പം വാഹനങ്ങളൊക്കെ ഓന്റെ പേരിലാണ് ഉള്ളത്. ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ്. ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത്. പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആരെടുത്തുനിന്ന് 1 റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞു കൊന്നാളേണ്ടി. ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പന്റെ മക്കളല്ല. നമുക്ക് ആരെടുത്തുനിന്ന് കൈ നീട്ടേണ്ട ഒരു ആവശ്യവും സാമ്പത്തികമായിട്ടില്ല, ഇപ്പല്ല. അപ്പോ ഇതിനെതിരെ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനുണ്ട്. അതെ, തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ. അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കേസോ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം. പിന്നെ രണ്ടാമത്തത് പറഞ്ഞു കഴിഞ്ഞാല് അല്ല വേറെന്തോന്നു കൂടി ഉണ്ടല്ലോ.